ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ധാബയിൽ നിന്നൊക്കെ പാകുന്ന ആ ഒരു ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ കിട്ടുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 kg ചിക്കൻ ഉണ്ട്. നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല, പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയായി വരുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി മസാലയൊക്കെ റെഡിയാക്കുന്ന സമയം നമുക്ക് ബാക്കിയുണ്ടല്ലോ, ആ ഒരു ടൈമിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മുഴുവൻ കുരുമുളക്, ചെറിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് മല്ലി, വറ്റൽമുളക് ഫുള്ളായിട്ടുള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കുക. പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഓയിലൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ മസാല മാറ്റിയിട്ട് സെയിം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ യൂസ് ചെയ്യലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗീയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള, ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്ക്വയർ പീസ്, നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കൂലേ, അതുപോലെ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. ക്യാപ്സിക്കം അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ക്യാപ്സിക്കം എന്തെങ്കിലും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. അല്ലെങ്കിൽ അതും സ്ക്വയർ പീസാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ് പോകരുത്. ഒരു മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കറി കഴിക്കുന്ന സമയത്ത് ഈ സവാളയും ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ വേണമെങ്കിൽ 1 സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള കട്ട് ചെയ്തത്. സവാള കട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഇനിയുള്ള സവാള നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ. സവാള ഇടുന്നതിന് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം. കളർ ചേഞ്ചായിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഒരു അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ പേരിന് മാത്രം ഒരിത്തിരി മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീടുകളിലെ എരിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരിത്തിരി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ കിച്ചണിൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ക്യാപ്സിക്കം ഒക്കെ അതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. പിന്നെ ഒരു സ്പെഷ്യൽ മസാല, ചെറിയ ജീരകം എല്ലാം ചേർത്തിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ധാബയിലൊക്കെ പോയ ഫീല് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ചേർത്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫ്ലെയിം കുറച്ചും വെക്കരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരിത്തിരി വെള്ളം കൂടി ചേർത്ത് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് മുരിഞ്ഞ് പാനിൽ കിടന്നൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വേവിച്ച ചിക്കന് വേറൊരു ടേസ്റ്റായി പോകും. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഇത്തിരി വെള്ളം ചേർത്ത് വേവിക്കുമ്പോൾ ചിക്കന് നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ടൊമാറ്റോ, ഒരിത്തിരി കാശ്മീരി ചില്ലി ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ. അതൊന്നും നിർബന്ധമില്ല, ഒരു കളറിന് വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ.
അതല്ലെങ്കിൽ ടൊമാറ്റോ വെറുതെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പശുവിൻ പാൽ, അതുപോലെ ഒരിത്തിരി കസൂറി മെത്തി. അപ്പോൾ പശുവിൻ പാലാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യുക കേട്ടോ. അതായത് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതല്ല ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം. ഫ്രഷ് ക്രീം ആണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്തേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മസാല, അതുപോലെ ക്യാപ്സിക്കം, ഉള്ളി വഴറ്റിയത്, ഇടയ്ക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്ന അതേ ടെക്സ്ചർ നമ്മൾ പശുവിൻ പാലും ഒരിത്തിരി അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ കിട്ടും കേട്ടോ. അതിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. 1/2 കിലോ ചിക്കന് 1 ടീസ്പൂൺ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ കുറുകിൽ കൂടിപ്പോകും. എളുപ്പമല്ലേ? ചപ്പാത്തി, പൊറോട്ട, അതുപോലെ നാൻ, പിന്നെ റൈസ്, ഏതിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കോമ്പിനേഷനായിട്ട് പോകുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. ഈവൻ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. താങ്ക്